സുഡാനിലും ഹമാസ് മോഡ് ക്രൂരത അരങ്ങേറുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത്. സുഡാനിലെ എൽ ഫാഷൻ നഗരം പിടിച്ചെടുക്കുന്നതിനിടെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF നടത്തിയത് കൊടിയ ക്രൂരതകളെന്ന് വിവരങ്ങൾ. പുരുഷന്മാരെ മാറ്റി നിർത്തി വെടിയുതിർത്ത് RSF സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി നഗരം വിട്ടു എന്നാണ് കേൾക്കുന്നത്. പലായനം ചെയ്തവരുടെ സാക്ഷിമൊഴികളിലാണ് ഞെട്ടിക്കുന്ന വിവരമുള്ളത്. തെരുവുകളിൽ നിറയെ ശവശരീരങ്ങളാണ് എന്നും റിപ്പോർട്ടുകൾ. കൊടിയ യുദ്ധക്കുറ്റമാണ് RSF ചെയ്യുന്നത് എന്ന് ഈജിപ്തിലെ സുഡാൻ അംബാസഡർ ഇദദൽ ദിൻ മുസ്തഫ അദാവി പറഞ്ഞു. സുഡാനിലെ സ്ഥിതി ഭയാനകമാണ് എന്ന് റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാന സ്പൊൽജാറിക് പറയുന്നു. എൽ ഫാഷറിൽ നിന്ന് 10,000 പലായനം ചെയ്തു. ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ് സുഡാനിൽ സൈന്യവും RSFും തമ്മിൽ രൂക്ഷമായ പോരാട്ടം തുടരുന്നു. സുഡാനിലെ എൽ ഫാഷൻ നഗരം അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചതോടെ അതിക്രൂരതകളാണ് അരങ്ങേറുന്നത് എന്നാണ് വിവരങ്ങൾ. RSF കൊല്ലുന്നവരുടെ വീഡിയോ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കൂട്ടബലാത്സംഗങ്ങളും വ്യാപകമാണ്. 2023 ആരംഭിച്ച ആഭ്യന്തര കലാപം ഇപ്പോൾ അതിന്റെ പ്രാരംഭത്തിൽ എത്തി നിൽക്കുകയാണ്. സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന RSFും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. സുഡാൻ കരസേനയുടെ ഡാർഫറിലെ അവസാന ശക്തി കേന്ദ്രമായിരുന്നു എൽ ഹാഷിർ നഗരം. ഇവിടം RSF പിടിച്ചെടുത്തതോടെയാണ് കൂട്ടക്കൊലകൾ അരങ്ങേറാൻ തുടങ്ങിയത്. എന്താണ് RSF എന്നും എന്താണ് അവർ സുഡാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നോക്കുകയാണ് എങ്കിൽ 2000ന്റെ തുടക്കത്തിൽ അറബ് വംശജരും അറബി സംസാരിക്കുന്ന നാടോടികൾ അടങ്ങുന്ന ജാൻവീത് സേനയായിട്ടാണ് RSFന്റെ തുടക്കം. സർക്കാരിന് എതിരായ കലാപത്തെ ഒന്നമർത്താൻ വേണ്ടി പ്രസിഡന്റ് ഒമർ അൽ ബഷീർ സർക്കാർ ഈ സേനയെ പിന്തുണച്ചു, അവരെ ആയുധമാക്കുകയും ചെയ്തു. ആ അടിച്ചമർത്തലിൽ ജാൻജവീദ് സേന അതിക്രൂര ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. സാധാരണക്കാരെ ക്രൂരമായി ആക്രമിച്ചു, വീടുകൾക്ക് തീയിട്ടു, കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മസാലിദ് ഹർ സഗാവ എന്നിങ്ങനെ അറബികളുടെ സമുദായങ്ങളിലെ 3 ലക്ഷം പേരെയാണ് അന്ന് ഈ സംഘം കൊന്നൊടുക്കിയത്. ഡാർഫറിലെ വംശഹത്യ, യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സേനയ്ക്കും അവരുടെ കമാൻഡോകൾക്കും എതിരെ ചുമത്തുകയുണ്ടായിരുന്നു. ഒരു ദശാബ്ദം കഴിഞ്ഞ് 2013 ആയപ്പോഴേക്കും സർക്കാർ RSF രൂപീകരിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഭൂരിഭാഗം പേരും ജാൻജവീദ് സേനയിൽ നിന്ന് ഉള്ളവരായിരുന്നു. പിന്നീട് അത് ഒരു അർദ്ധസൈനിക വിഭാഗമായി മാറി. തുടക്കത്തിൽ അതിർത്തി കാവലിനായിരുന്നു RSFനെ ഉപയോഗിച്ചിരുന്നത്. 2015 യമനിൽ യുദ്ധം ചെയ്യുന്നതിനും സുഡാൻ, സൗദി, എമിറാത്തി സൈനികർക്കൊപ്പം RSFനെ വിന്യസിച്ചിരുന്നു. ഡാർഫൻ, സൗത്ത് കോർഡോഫൻ, ബ്ലൂ നൈൽ എന്നിവിടങ്ങളിൽ RSF അതിക്രമങ്ങൾ അഴിച്ചുവിട്ടത് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2015 ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് RSFനെ കരുണയില്ലാത്ത സംഘം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഈ RSF ആണ് 2019 ആയപ്പോൾ സൈന്യത്തോടൊപ്പം ചേരുകയും പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെ അട്ടിമറിക്കുകയും ചെയ്തത്. അതിനു പിന്നാലെയാണ് ഇത്രകാലവും നീളുന്ന ആഭ്യന്തര കലാപങ്ങൾ തുടങ്ങുന്നത്. 3 പതിറ്റാണ്ട് കൊല്ലം നീണ്ടുനിന്ന ബാഷറിന്റെ കസേര തെറിച്ചത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കൊടുവിലെ സൈനിക അട്ടിമറിയിലൂടെയായിരുന്നു. തുടർന്ന് സുഡാന്റെ ഭരണത്തിനായി സൈന്യവും RSFും ജനാധിപത്യ അനുകൂല ശക്തികളുമായി സംയുക്ത അധികാര പങ്കിടൽ കരാറിലെത്തി. സാമ്പത്തിക വിദഗ്ധനായ അബ്ദുള്ള ഹംദോക് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ സൈനിക മേധാവിയും ഹമീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന RSF നേതാവ് ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗ്ലോ സൈനിക ഡെപ്യൂട്ടിയുമായി. സുഡാനെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതായിരുന്നു സംയുക്ത സഖ്യത്തിന്റെ ധാരണ. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. ബുർഹാനും ഹമീദിയും പിന്നീട് അധികാര കൈമാറ്റത്തിന് തയ്യാറായില്ല. 2021 ആയപ്പോഴേക്കും രണ്ടുപേരും ചേർന്ന് രണ്ടാമത്തെ അട്ടിമറിക്കുള്ള ശ്രമം നടത്തി. പ്രധാനമന്ത്രി ഹംദോക്കിനെ പുറത്താക്കി. പിന്നീട് RSFനെ സൈന്യവുമായി കൂട്ടിയോജിപ്പിക്കുന്നതിലും സൈന്യത്തെ ഇനി ആര് നയിക്കും എന്നതിലുമൊക്കെ ഹെബ്ദി ബുർഹാനും തമ്മിൽ വലിയ വലിയ ഭിന്നിപ്പുകളാണ് ഉണ്ടായത്. അതാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ തുടക്കം കുറിച്ചത്. സൈന്യവും RSFും പരസ്പരം തിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഘർഷം രക്തരൂക്ഷിത കലാപമായി. 2023 മുതൽ RSFും സഖ്യകക്ഷികളും നടത്തിയ കൂട്ടക്കൊലകളിൽ 10,000 ആളുകൾ കൊല്ലപ്പെട്ടു. ഡാർഫറിലെയും കോർഡോഫനിലെയും പ്രദേശങ്ങൾ RSF പിടിച്ചെടുത്തു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കുടിയിറക്കപ്പെട്ടു. 2025 മാർച്ചിൽ സൈന്യത്തിന്റെ സഖ്യം കാർട്ടൂമിലെ RSFന്റെ അഭിമാന കേന്ദ്രമായിരുന്ന പ്രസിഡന്റിന്റെ കൊട്ടാരം പിടിച്ചെടുത്തു. ഇത് RSFന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. തലസ്ഥാനം നഷ്ടമായ RSF പടിഞ്ഞാറൻ സുഡാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തുടർന്നാണ് ഡാർഫറിലെ എൽ ഫാഷൻ RSF പിടിച്ചെടുത്തത്. സുഡാനിൽ ഇപ്പോൾ നടക്കുന്നത് അറബിതര വിഭാഗങ്ങളുടെ വംശഹത്യയാണ് എന്നാണ് പല റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാണിക്കുന്നത്. ഡാർഫൻ മേഖലയിലെ RSF ആധിപത്യത്തോടെ മേഖലയിലെ അറബിതര വംശങ്ങൾ വംശഹത്യ ഭീഷണിയിലാണിപ്പോൾ. സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രമായിരുന്ന എൽ ഫാഷിറും പിടിച്ചെടുത്തതോടെ ഈ മേഖലയിലെ പൂർണ്ണ നിയന്ത്രണം RSFന്റെ കീഴിലായിരിക്കുന്നു. ചുരുക്കത്തിൽ സുഡാനെ രണ്ടായി വിഭജിക്കാൻ പോകുന്ന ഒരു നീക്കമാണ് നടക്കുന്നത്. RSF പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ കൂട്ടക്കൊലകൾ ആരംഭിച്ചു. ഇത് വലിയൊരു വംശഹത്യയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2003നും
2005 ഇടയിലും അറബ് വംശജരായ ഇതേ അർദ്ധസൈനിക വിഭാഗമാണ് ഡാർഫനിൽ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് മസാലിദ്, ഫർ, സഗാവ സമുദായങ്ങളിലെ 3 ലക്ഷം പേരെയാണ് അന്ന് കൊന്നൊടുക്കിയത്. RSF-ൽ ഫാഷർ പിടിച്ചെടുത്തതോടെ വലിയ ആശങ്കയിലാണ് അറബ് ഇതര വിഭാഗങ്ങളുടെ ജീവിതം എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ കൊണ്ട് 26,000 പേരാണ് നഗരം വിട്ട് പലായനം ചെയ്തത്. പലരും ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് വരുന്ന വിവരങ്ങൾ. നിരായുധരായ സാധാരണക്കാരെ RSF പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്നതിന്റെ അടക്കം വീഡിയോകളും മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എൽ ഫാഷർ പിടിച്ചെടുക്കലിന് ശേഷം RSF 2000-ൽ അധികം പേരെ കൊലപ്പെടുത്തി എന്നാണ് മറ്റൊരു വിവരം. കൂട്ടക്കൊലകളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ഫർ, സഗാവ, ബർട്ടി വിഭാഗക്കാരെ ആസൂത്രിതമായി ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയാണ് എൽ ഫാഷറിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അറബ് ഇതര സമൂഹങ്ങൾക്ക് അഭയം നൽകുന്ന പ്രദേശങ്ങളിൽ RSF വാഹനങ്ങൾക്ക് സമീപത്തായി മൃതദേഹങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങിയാണ് ആക്രമണങ്ങളുടെ പരമ്പരകൾ അഴിച്ചുവിടുന്നത്. അറബിതര വംശജരെ തിരഞ്ഞുപിടിച്ച ആക്രമണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏൽ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബിന്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ വരുന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൂമ്പാരം കൂട്ടിയിട്ട മൃതദേഹങ്ങളും രക്തക്കുളങ്ങളുമാണ് എൽ ഫാഷറിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരെ സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു സംഗതി. കൂട്ടക്കൊലകളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ഫർ, സഗാവ, ബർട്ടി വിഭാഗക്കാരെ ആസൂത്രിതമായി ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയാണ് എൽ ഫാഷറിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.